ചൈന കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചൈന പ്രതിസന്ധിയിലേക്ക് പോകുന്നത്? ഇത് ചൈന പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ അവരുടെ ഒരു നീക്കം കൊണ്ടാണ്. അതായത് ഒരു കുടുംബം ഒരു കുട്ടി എന്നുള്ളതാണ് ചൈനയുടെ ആ നീക്കം എന്ന് പറയുന്നത്. നമുക്കറിയാം, ചൈനയായിരുന്നു ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം എന്ന് പറയുന്നത്. അതിപ്പോൾ ചൈനയ്ക്ക് തിരിച്ചടിച്ചിരിക്കുകയാണ്. 2025 ജനനിരക്ക് 1 കോടിയോളം കുറഞ്ഞു എന്നുള്ളതാണ് ചൈനയെ ഇപ്പോൾ പിടിച്ചു കുലുക്കുന്ന കാര്യം. ഈ ഗുരുതരമായിട്ടുള്ള ജനസംഖ്യാ പ്രതിസന്ധിക്ക് ചൈനയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുട്ടി ഒരു നയം കുറ്റപ്പെടുത്തുന്നു. അതിനെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ചൈനയുടെ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് തിങ്കളാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 രാജ്യത്ത് 7.92 ദശലക്ഷം കുട്ടികൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. അതേസമയം 2024 ഈ സംഖ്യ 9.54 ദശലക്ഷമായിരുന്നു. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ജനനിരക്ക് 17% കുറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അനുസരിച്ച് 1949 ജനസംഖ്യാ രേഖകൾ ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞ ജനനിരക്കാണിത്. NBS ഡാറ്റ പ്രകാരം 2025 ചൈനയുടെ മൊത്തം ജനസംഖ്യ 3.39 ദശലക്ഷം കുറഞ്ഞ് 1.4049 ബില്യണായി. 1959-61 കടുത്ത ക്ഷാമം ഒഴികെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വാർഷിക ഇടിവാണിത്. ഇതോടൊപ്പം കഴിഞ്ഞ വർഷം ഏകദേശം 11.3 ദശലക്ഷം ആളുകൾ മരിച്ചു. കഴിഞ്ഞ 5 ദശകത്തിലെ ഏറ്റവും ഉയർന്ന മരണനിരക്കാണിത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഇതാ വാർദ്ധക്യം ബാധിച്ചവർ കൂടി വരുന്നു എന്നുള്ളതാണ്. കൂടാതെ അതിവേഗം വളരുന്ന വയോജന ജനസംഖ്യയുടെ പ്രശ്നവും ചൈന ഇപ്പോൾ അഭിമുഖീകരിക്കുന്നു. 2024 അവസാനത്തോടെ ചൈനയിൽ 60 വയസ്സും അതിൽ കൂടുതലുമുള്ള ആളുകളുടെ എണ്ണം 310 ദശലക്ഷമായി. 2035 ആകുമ്പോഴേക്കും ഈ കണക്ക് 400 ദശലക്ഷം കടക്കുമെന്ന് കണക്കാക്കുന്നു. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ ബാധ്യത വരുത്തുമെന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.